കൊടുത്ത് ഉണ്ടാക്കിയ കുളമായി ഒരു 25 മീനെ മേടിച്ചോണ്ട് വളർത്തിയിട്ടായിരുന്നു. നമ്മൾ ചെയ്യാൻ പോകുന്ന സിലോപ്പിയെ പിടിക്കുന്നതാണ്. അത് ഇതേക്കാണ്. അത് പ്ലാസ്റ്റിക് വള്ളിയേല് ഒരു പൈപ്പ് ഇട്ടിട്ട് കെട്ടിയത്. പിന്നെ അതെല്ലാം ഇങ്ങനത്തെ ഒരു സാധനം കുടുക്കിയത്. അന്ന് നമുക്ക് അതെങ്ങനെ ചെയ്യുന്ന നോക്കിയാലോ. ഇത് കണ്ട് നമ്മുടെ ചൂണ്ട അപ്പ എനിക്ക് തീറ്റ സെറ്റ് ചെയ്ത് തന്നേക്കുവാണ്. തീറ്റ കണ്ട് നിങ്ങളെല്ലാരും നമുക്കിനി മീനെ പിടിക്കാം. നമ്മൾ ഞാൻ പൊക്കിയത് കാണുന്നില്ല. അപ്പൊ ഞാൻ കുറച്ചും കൂടി താത്തിട്ടേക്കാം. നമ്മ കുറെ നേരം വെയിറ്റ്. മീനൊന്നും പിടിച്ച് തിന്നിട്ടില്ല. നോക്കാം, നമുക്കൊന്നുകൂടി ശ്രമിച്ചു നോക്കാം. നമ്മൾ ഇപ്പുറത്തോട്ട് നിന്ന് നോക്കാം. നമ്മൾ മീനൊന്നും കേട്ടിട്ടില്ല. അതും തീറ്റുന്നു. നമ്മൾ വീണ്ടും ഒരു ചപ്പാത്തി. ഇനി നമുക്ക് പിടിച്ചു നോക്കാം. നമ്മുടെ ഒരു മീനെക്കോളും നമ്മൾ ചൂണ്ടയിൽ കിട്ടിയിട്ടില്ല. നമുക്കൊന്നുകൂടെ നോക്കാം. ഒത്തിരി സമയം എടുക്കുന്ന പരിപാടിയിൽ ചൂണ്ട വെച്ച് പിടിക്കുന്നു. കയ്യിലാണ് വലിയൊരു സാധനം കുടുങ്ങിയേക്കുവാ. അത് നമ്മുടെ അപ്പ കുടുക്കിയതാ. തന്നെ ചപ്പാത്തി ഇട്ട ഒരു ഇഡലി ഇട്ടപ്പോഴത്തേക്കാളങ്ങ് വന്നു. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടല്ലോ നമ്മുടെ മീൻകുട്ടൻ. പിന്നെ ഫ്രൈ ചെയ്തെടുത്താലോ. നമ്മൾ ഒരു 7 മീനെ നമ്മൾ പിടിച്ചായിരുന്നു. ഇങ്ങനെ പിടിച്ചിടുന്ന വല വെച്ചു ബാക്കി മീനെ പിടിച്ചത് വറക്കാനാറ്റി ചട്ടിക്കാത്തി ആക്കിയിട്ട് അമ്മച്ചിയുടെ കൈ കൊടുക്കുക. ചെയ്ത് കൊണ്ടുതരാം. കണ്ട മണം കേട്ടപ്പോ തന്നെ തിന്നാൻ തോന്നുന്നു. കുടുംബങ്ങളൊക്കെ ശരി കിട്ടാം. സിലോപ്പിയെ തെരിപ്പോയ സിലോപ്പിയെ നമ്മൾ ഇനി ഞാനൊന്ന് തിരിച്ചിട്ട് ഉപ്പ എന്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്. അമ്മച്ചിക്ക് എന്തോ ഒരു വലിയ ചളി പിടിച്ചാൽ ഒരു വലിയ പ്ലേറ്റ് എടുത്താൽ എല്ലാ മീനും കൂടി ഇട്ടാലെന്തായിരുന്നു. പ്ലേറ്റ് വാങ്ങാൻ ഇന്ന പ്ലേറ്റ് അല്ല, ഈ പ്ലേറ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ പ്ലേറ്റിലൊന്നും മീൻ വറക്കാൻ ഒക്കത്തില്ല. റെഡിയായി. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തേക്കാം. അപ്പൊ ഞാൻ തിന്നെ കാണിക്കാം. നമ്മൾ ഈ നാളങ്ങ എടുത്തങ്ങോട്ടും സൂപ്പർ. ഇച്ചിരിയും കഴിച്ചാൽ മീൻ അങ്ങോട്ട് അടക്കത്തില്ല. സൂപ്പർ ടേസ്റ്റ്. Okay.